ഹായ് ഫ്രണ്ട്സ്, ടിഎൻടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഓലക്കാൽ വെച്ചിട്ടുള്ള ചെറിയ പരിപാടിയാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ മഴയായിരുന്നു, അപ്പം നോക്കിയപ്പോൾ ഒരു ഓല ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വെച്ചൊരു ഐറ്റം ചെയ്തേക്കാന്ന് വെച്ചു. നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ഒരു ഓലക്കിളിയാണ്. അതായത് നമ്മുടെ തെങ്ങോലയൊക്കെ ഉപയോഗിച്ച് എത്ര മനോഹരമായ ഒരു ഓലക്കിളിയെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഓലക്കാലാണ്. അതായത് നമ്മൾ ഒരു ഓലക്കാലിന് ഒരു കിളി, അതാണ് കണക്ക്. ഇനി നമ്മുടെ ഇതിൻ്റെ ഓലക്കാല് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂലിന് വേണ്ടി ഈർക്കലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾ ചീകിയെടുക്കുക. അതായത് മൊത്തം നമ്മൾ ചീകിയെടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കുക. അവസാനം നമ്മൾ കിളിയെ മരത്തിൻ്റെ കൊമ്പിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഏകദേശം ഈ ഒരു പോർഷൻ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ഓലക്കാലിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത ശേഷം അതിൻ്റെ ഇളം പച്ച ഭാഗം അകത്ത് വരുത്തക്ക രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറയാൻ എളുപ്പത്തിന് മോൾ ഭാഗം തലയെന്നും താഴ്ഭാഗം വാലെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഓലക്കാല് തലയുടെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ നേരിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയാണ് പറയുന്നത്. അതിൻ്റെ വലതുവശത്തെ വാലിൻ്റെ താഴെക്കൂടെ എടുക്കുക. താഴെക്കൂടെ എടുത്ത ശേഷം ഇടത് വാലിൻ്റെ മുകളിലൂടെ കറക്കി നമ്മുടെ തലയുടെ പുറകുവശത്തൂടെ കറക്കി താഴേക്കെടുക്കുക. താഴേക്കെടുത്തിട്ട് ആ ഇടതുവശത്തെ വാലിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനി വലതുവശത്തെ വാല് നേരെ എടുക്കുക. അത് നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് കയറ്റി ബാലൻസ് നിൽക്കുന്ന ആ ഓലക്കാലിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 2 സൈഡിലേക്കൊന്ന് വലിച്ചു കൊടുക്കുക. നമുക്ക് വലിക്കാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ വലിക്കുക. അതായത് നമ്മൾ ഇടത്തുനിന്നും വലത്തുനിന്നും തെറ്റിച്ച് ഈ സെൻറ്റർ പിടിക്കത്തക്ക രീതിയിൽ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. കണ്ടോ, 2 സൈഡ് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ടൈറ്റ് ചെയ്യുക. മാറി നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഇത് കറക്റ്റ് ടൈറ്റ് ആയിക്കോളും. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓല കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കിളിയുടെ ബോഡി പോർഷൻ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തലയും വാലും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഏകദേശം കുറച്ച് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ ലെവൽ ഏകദേശം ഒരു ഊഹം വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പം തലയും വാലിൻ്റെയും വരുന്ന ആ പോർഷൻ നമ്മൾ കത്രി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കി ഇപ്പം ഏകദേശം ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ചേർന്നല്ല നിൽക്കുന്നത്. ഇതിൻ്റെ 2 പോർഷനും കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. ഓല കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുക. അവിടെ ചെറിയ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആണിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കീറി കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ആണിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ പേന ഇതുണ്ടെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കീറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എടുത്ത് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. നമ്മളിങ്ങനെ കയറ്റുന്ന സമയത്ത് ഇത് കറക്റ്റായി കയറണമെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓലയുടെ വിഡ്ത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകൾ വരെ ഒരേ വിഡ്ത്തായിരിക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഓല കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളെ യുക്തിക്കനുസരിച്ച് അതിൻ്റെ വാലിൻ്റെ പോർഷനായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ നല്ല ഓല തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോർഷൻ ഇത് വാലിന് വേണ്ടി അങ്ങ് സെറ്റ് ചെയ്യുകയാണേ. ഓക്കെ, ഇനി ഇതുപോലെ നമ്മുടെ അടുത്ത സൈഡും കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ഇതുപോലെ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്താൽ മതി. കണ്ടോ, ഒന്ന് പൊട്ടിച്ചു. നമ്മുടെ ഓല ഞാൻ നേരത്തെ കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങ് കയറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നന്നായി കയറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 2 സൈഡ് നല്ല ഇതിലങ്ങ് ടൈറ്റ് ആവും. നോക്കി, അപ്പോൾ ഇതിൻ്റെ 2 തലയുടെയും വാലിൻ്റെയും പോർഷൻ ഓല തമ്മിൽ നന്നായിട്ട് ചേർന്നിരുന്നിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ കിളിയുടെ ബോഡി പാർട്ട് നന്നായി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ വാലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നീളം ആവശ്യമില്ല. കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കത്രിക കൊണ്ട് ഇതൊന്ന് കീറി കൊടുക്കാം. അപ്പം കീറി കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് വാല് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ വാല് റെഡിയായി കിട്ടും. ഓക്കെ, നോക്കി
കണ്ടോ, ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം അങ്ങേ അറ്റം വരെ പോകണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു ഇത് കിട്ടിയാൽ മതി. കീറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം വാലിൻ്റെ പോർഷൻ ഇപ്പോൾ ഏകദേശം റെഡിയായി. അപ്പം നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ തലഭാഗം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോക്കിയേ, വാൽ റെഡി ആയിട്ടുണ്ട്. ഇനി തല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഏകദേശം ഈ ഒരു ലെവൽ പിടിച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് റൗണ്ട് ചെയ്ത്, ഒന്ന് കർവ് ചെയ്ത്, ഒന്ന് മുറിച്ച് കൊടുക്കുക. കർവ് ചെയ്ത് മുറിച്ച് കൊടുത്ത് ഇനി നമുക്ക് ചുണ്ട് സെറ്റ് ചെയ്യണം. അപ്പം ചുണ്ടിൻ്റെ ഭാഗം ഏകദേശം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒരു ഊഹമാണ്, നമ്മൾ വലിയ കലാകാരനൊന്നും അല്ല. ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ താഴെയെന്ന് പതിയെ മണ്ടയ്ക്കോടുന്ന് നമ്മളെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് കൊണ്ട് മുട്ടിക്കുക. അപ്പോൾ അത്രയും ഭാഗം ഇങ്ങനെ അടന്ന് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതാ നോക്കി, ഏകദേശം ഒരു ചുണ്ടൊക്കെ വന്നിട്ടുണ്ട്. നോക്കി ഉണ്ടോ, ഒരു കിളിയുടെ ഏകദേശം ഒരു രൂപമൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കിടക്കില്ലേ? ഇനി നമുക്ക് ഈ കിളിയെ ഒരു മരക്കൊമ്പിൽ ഇരുത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈർക്കിലിങ് എടുക്കുക. നമ്മുടെ ഈർക്കിലിൽ അങ്ങേ അറ്റത്തുള്ള ഓലക്കാലുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല, അതങ്ങ് ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഒന്ന് ഒടിച്ചെടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ചീകി എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചീകി ഒരുക്കി എടുക്കുന്ന സമയത്ത് ഈർക്കിലിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മൾ ഓലക്കാല് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടം വിട്ടുപോകാൻ ശ്രദ്ധിക്കണം. അവിടെ ഒന്ന് കീറിപ്പോകരുത്, നമുക്കത് ആവശ്യമുണ്ട്. നല്ല രീതിയിൽ സ്മൂത്താക്കി ഇതിങ്ങ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓലക്കാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിളിയുടെ താഴെയായിട്ടൊരു കിഴുത്ത ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൂടെ നമ്മുടെ ഈ ഓലക്കാല് മുകളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടി വെളിയിലോട്ട് വരും. അപ്പോൾ ഇതേ ഇതകത്തേക്ക് കയറ്റി കൊടുക്കുക. കയറ്റി നമ്മുടെ ആ ഓലക്കാല് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ളൂ ഏറ്റവും അവസാനത്തെ, അപ്പോൾ ആ പോർഷൻ വരെ ഇവനെ നേരെ വലിച്ച് മുട്ടിക്കുക. മുട്ടിച്ച ശേഷം നമ്മൾ ആ ഓലക്കാല് പതിയെ പിറകേക്കൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മരക്കൊമ്പ് ഏകദേശം റെഡിയായി കിട്ടും. കണ്ടോ, അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുക. വലിച്ചിട്ട് കിളിയെ നേരെ താഴേക്ക് വലിക്കുക. ഓക്കെ, ഇപ്പോൾ അത് മരക്കൊമ്പിലേക്ക് ഇരിക്കുന്നതായിട്ട് കാണാം. നോക്കി, എങ്ങനെയുണ്ട്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റമാണ് ഓലക്കൽ റോക്കറ്റ്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു ഈർക്കിൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത്രയും പിടിക്കുക, ഈ ഒരു സൈഡ്. അതായത് നമ്മൾ എന്നിട്ട് ഇതെടുത്ത് നമ്മൾ തോളത്തേക്ക് വെക്കുക. അതിൽ ഇവിടെ കേട്ടോ, തോളത്തേക്ക് വെച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ പിടിക്കണം. ഇത് താഴോട്ട് പിടിക്കുക. നോക്കി, നമ്മുടെ ഓലക്കാൽ റോക്കറ്റ് എങ്ങനെയാണ് വിടേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പൊട്ടിച്ച് വെച്ചേക്കുന്ന ഓലക്കാലുണ്ടല്ലോ, അത് വലത് കയ്യിൽ നിന്ന് താഴേക്ക് വലിക്കുന്ന സമയത്ത് നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് മുമ്പോട്ട് ആഞ്ഞു വിടുക. ആഞ്ഞങ്ങ് തെല്ലുമ്പോഴത്തേക്ക് ഇത് നല്ല ശക്തിയായിട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ എനിക്ക് പിള്ളേരോട് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം ഇത് വിട്ട് കളിക്കുകയും ചെയ്തു. ഇത് കണ്ണിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് നോക്കി, വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് നോക്കിയിട്ട് അങ്ങോട്ട് നിങ്ങളിത് ഇട്ട് കളിക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കിളി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലായിരുന്നു? അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താവുന്ന ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.
Dame toda la noche, no nos queda mucho tiempo más.